ഹായ് ഫ്രണ്ട്സ്, സുറുമിയാസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. 6 മാസം പ്രായമായ കുട്ടികൾക്കുള്ള ഒരു ഫ്രോക്കാണിത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അര മീറ്റർ തുണി മതി നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ആദ്യം ലെങ്ത്ത് എന്ന് പറയുന്നത് 15.5 ഇഞ്ച്, അതിൻ്റെ വിഡ്ത്ത് 23 ഇഞ്ചാണ്. അതുപോലത്തെ 2 പീസാണ് വേണ്ടത്. ഇതുപോലെ 2 പീസ് വേണം. അടുത്തത് 2 ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അത് 3 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവുമുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും കട്ടിങ് നമ്മുടെ ഫ്രോക്കിൽ വരുന്നുള്ളൂ. ഇനി നമ്മൾ ആദ്യം എടുത്ത ഫ്രോക്കിൻ്റെ ഫാബ്രിക്കിൽ നിന്ന് മുകളിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, നീളത്തിൽ മാർക്ക് ചെയ്യുക. ഇതുപോലെ നേരെ വരച്ചെടുക്കുക 2 ഇഞ്ച്. ഇതുപോലെ നമുക്ക് മടക്കി തയ്ക്കുന്നതിനുണ്ട്, അലാസ്റ്റിക് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ആ 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കണം. നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ ആദ്യം ചെറുതായിട്ടൊരു മടക്കിയിട്ട് പിന്നെ നമ്മൾ ആ 2 ഇഞ്ചിൽ വെച്ച് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. നമ്മൾ ആദ്യം ഒരു ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആ 2 ഇഞ്ചിൽ വെച്ച് നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുക. ഇനി അതുപോലെ തന്നെ അടുത്ത പീസ് നമ്മൾ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് നമ്മൾ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 3/4 ഇഞ്ചിൽ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ തയ്ച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസിലും 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്ച്ചെടുക്കണം. ഇതിലും 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലൂടെ നമ്മൾ അലാസ്റ്റിക് ഇട്ടെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അതുപോലെ തയ്ച്ചത്. 9.5 ഇഞ്ച് നീളമുള്ള അലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മുകളിലല്ല താഴത്തെ ഭാഗത്തുകൂടിയാണ് നമ്മൾ അലാസ്റ്റിക് കയറ്റേണ്ടത്. എന്നാലാണ് ഒരു ഭംഗിയിൽ ഇരിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ 2 ഇതായിട്ട് തയ്ച്ചെടുത്തേക്കുന്നത്. ഇതുപോലെ അലാസ്റ്റിക് കയറ്റിയിട്ട് അലാസ്റ്റിക്കിൻ്റെ അപ്പുറത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ രണ്ടാമത്തെ പീസും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ആ ചെറിയ പീസ് എടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ മടക്കി 2ആയിട്ട് മടക്കിയിട്ട്
അതിൻ്റെ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കണം. ഇതുപോലെ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കാം. രണ്ട് പീസ് നമ്മൾ തയ്ച്ചിട്ട് മറിച്ചിടാം. ഈ പീസ് നമ്മൾ ഡ്രസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഈ പീസിൻ്റെ സെൻറ്റർ എടുക്കണം. 4.5 എൻ്റെ സെൻറ്റർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ 4.5 സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ നിന്നും 2 ഇഞ്ച് ഇങ്ങോട്ടും 2 ഇഞ്ച് ഇപ്പുറത്തോട്ടും നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സ്ട്രിപ്പ് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഓരോ സ്ട്രിപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രിപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ആ 2 ഇഞ്ചിൻ്റെ അപ്പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് വീതം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യാം സെൻറ്ററിൽ വെച്ച്. അതേപോലെ തന്നെ നമ്മൾ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ട്രിപ്പ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 2 സ്ട്രിപ്പും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ 2 സൈഡും നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടി മടക്കി തയ്ക്കണം. ഫ്രോക്കിൻ്റെ അടി നമ്മൾ മടക്കി തയ്ക്കണം. ഇതേപോലെ 2 മടക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ
എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.